പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവവചനം ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, വചനത്തിലൂടെ ദൈവ ഇഷ്ടം അറിയുന്നതിനെക്കുറിച്ചാണ്. ഓഫ് കോഴ്സ് ചില സമയത്ത് കർത്താവ് നമ്മളോട് അവൻ്റെ ഇഷ്ടം അറിയുന്നതിന് പല കാര്യങ്ങൾ, ചിലപ്പോൾ ശബ്ദമൊക്കെ കേട്ടെന്നിരിക്കും. പൗലോസ് കേട്ടതുപോലെയൊക്കെയുള്ള ശബ്ദമൊക്കെ കേട്ടു. പക്ഷേ അത് പൗലോസ് അത് കേൾക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാകണം, അവൻ ദൈവവചനത്തിലൂടെ അത് കേട്ട് തുടങ്ങുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ആ വാക്യം, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ചെവികൾ തുളയ്ക്കപ്പെട്ടപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതായ കാര്യം. ആദ്യം ഈ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എഴുതുമ്പോഴും ചിന്തിച്ചിരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിലീജിയസ് ഒബ്സർവൻസസ് ആണ് ദൈവഹിതം, മതപരമായ അനുഷ്ഠാനങ്ങളാണ് ദൈവഹിതം. ഇന്ന് നമ്മളും പലപ്പോഴും മതപരമായ അനുഷ്ഠാനങ്ങൾ ദൈവഹിതമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പള്ളിയിൽ പോകുന്നത്, പള്ളിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അതൊക്കെയാണ് ദൈവഹിതം, അല്ലെങ്കിൽ ദൈവഹിതം ഞാനുമായിട്ട് ബന്ധപ്പെടാതെ ഈ മതപരമായ അനുഷ്ഠാനങ്ങളിൽ തളച്ചിടുന്നവരായ ആളുകൾ ഇന്നും ധാരാളമുണ്ട്. അങ്ങനെ മതപരമായ അനുഷ്ഠാനങ്ങളിൽ, ഹോമയാഗങ്ങളിലും ഭോജനയാഗങ്ങളിലും പാപയാഗങ്ങളിലും ഒക്കെ അതിനെ തളച്ചിടാൻ പരിശ്രമിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാം, ഇവൻ്റെ ചെവി അങ്ങ് തുളച്ചു. ചെവി തുളച്ചപ്പോൾ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറി. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, യു പിയേഴ്സ് മൈ ഇയേഴ്സ്. അപ്പോഴത് ഉള്ളിലേക്ക് കയറി. ആദ്യം വായിച്ചപ്പോൾ കണ്ടത് ഹനനയാഗവും ഭോജനയാഗവും ഹോമയാഗവും പാപയാഗവും ഒക്കെയാണ്, അതൊക്കെയാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ വായനയിൽ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറുന്നിരിക്കും. ഇത് ശിംശോന്റെ കഥയാണ്, നെഹമ്യാവിൻ്റെ കഥയാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. ദാവീദിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. ഉണ്ട്, ദാവീദിൻ്റെ കഥയുണ്ട്, ശിംശോന്റെ കഥയുണ്ട്, എല്ലാ കഥകളും ഉണ്ട്. പക്ഷേ ചെവികൾ തുളച്ച് അത് ഹൃദയത്തിലേക്ക് കയറുമ്പോൾ, ഹൃദയം തുറക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ വചനത്തിലൂടെ എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമാണ്, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നത്, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കാര്യം എന്നാ, ഇത് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് നെഹമ്യാവിനെ കുറിച്ച് പറയുന്ന കാര്യമല്ല, ഇത് എന്നെക്കുറിച്ചാണ്. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി. പക്ഷെ അത് വായിച്ചപ്പോഴാണ്, നെഹമ്യാവിൻ്റെ സ്റ്റോറി വായിക്കണം, അല്ലെങ്കിൽ ശിംശോന്റെ സ്റ്റോറി വായിക്കണം, അതല്ലെങ്കിൽ സങ്കീർത്തനം വായിക്കണം, സുവിശേഷങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ അത് ഹൃദയം, ആദ്യത്തെ വായനയിൽ ഞാൻ പറഞ്ഞല്ലോ റീഡിംഗ് ഉണ്ട്, വായനയിൽ ആദ്യം അത് തലയിൽ കയറും. എന്നാൽ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ അത് വായിക്കുമ്പോൾ ദൈവം ഇടപെടുകയും അത് തലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനത്തിങ്കലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതായ കാര്യം. അപ്പോൾ പിന്നെ നമ്മളെ സ്വാധീനിച്ചതായ വാക്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാതെ പഠിച്ചെന്നിരിക്കും, മെമ്മറൈസ് ചെയ്തെന്നിരിക്കും. എന്നാൽ മെമ്മറൈസ് ചെയ്താൽ മാത്രമല്ല, അത് നമ്മളങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. പ്രിയപ്പെടുന്നു, വി ആർ ലവിങ് ദ സ്ക്രിപ്ചർ. അങ്ങനെ ഇഷ്ടപ്പെട്ട് അത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങുന്നു. അനുസരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ പല പല കാര്യങ്ങളുണ്ടെങ്കിലും പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്ന എന്നെക്കുറിച്ചാണെന്ന് അറിയുന്നത്, ദൈവേഷ്ടം അറിയാനുള്ള സിമ്പിളായിട്ടുള്ള മാർഗം വചനത്തെ ഉള്ളിൽ കയറ്റുക എന്നുള്ളതാണ്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഉള്ളിൽ കയറിയതുകൊണ്ടാണ്, ഹൃദയത്തിനകത്തോട്ട് കയറിയതുകൊണ്ട്, ഇതിപ്പോൾ ഹൃദയം, അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രിയപ്പെടുന്നത്. ഇത് തലയിലിരുന്നാൽ എനിക്ക് ദൈവ ഇഷ്ടം ചെയ്യാൻ എനിക്ക് പ്രിയപ്പെടുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ അതിനുവേണ്ടി പ്രിയപ്പെടുന്നതായ ഒരു നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സ്വർഗമുണ്ട്, ഇഷ്ടപ്പെടുന്നു, അതായത് ദൈവേഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗം. കർത്താവ് തന്നെ പറഞ്ഞു,
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുന്നത് ഇഷ്ടം ചെയ്യുന്നവനാണ്. പക്ഷെ ആ ഇഷ്ടം ചെയ്യുന്നത് അയ്യോ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതേ ഉള്ള മാർഗം എന്നൊന്നും ചിന്തിച്ച് പിറുപിറുപ്പോടെയല്ല, എന്തൊക്കെ ചെയ്താൽ പറ്റും എന്നൊക്കെ ചിന്തിച്ചല്ല, അതിനകത്ത് പ്രിയപ്പെടുകയാണ്. പ്രിയപ്പെടുന്നതായ ഒരു അവസ്ഥയാണ് ശരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ അത് ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ടാകരുത്. അതായത് ഞാനങ്ങ് പൊക്കോളും എന്നുള്ള ഒരു ചിന്ത. പോകും, പക്ഷേ എങ്ങനെ ജീവിച്ചാലും പോകുമെന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ശരിയല്ല. കാരണം ഈ പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ഇഷ്ടം അറിയാനാണ്. ഇഷ്ടം അറിയുന്ന എന്തിനു വേണ്ടിയാണ്? ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. അത് പ്രവൃത്തി പദത്തിൽ വരണം. അത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ്, ആ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്, ഞാനത് പ്രിയപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആത്യന്തികമായി നമ്മൾ ദൈവവചനത്തിലൂടെ അവൻ്റെ ഇഷ്ടം അറിയുന്നതും അതിൽ പ്രിയപ്പെടുന്നതും അത് ചെയ്യുന്നതും. അത് പ്രവൃത്തി പദത്തിൽ വരുന്നു. ലൂക്കോസിന്റെ അത് അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടും കാര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കർത്തൃത്വം അംഗീകരിക്കുന്നവനാണ് കർത്താവേ എന്ന് വിളിക്കുന്നത്. കർത്താവേ എന്ന് വിളിച്ചാൽ അവൻ്റെ ഇഷ്ടം ചെയ്യണം. കാര്യം യജമാനനെ എന്നുള്ള അർത്ഥമാണ്. മാസ്റ്റർ എന്ന വാക്കാണ് കർത്താവേ എന്നതിന് കുറിയോസ്, അല്ലെങ്കിൽ ഉടമസ്ഥൻ. ഉടമസ്ഥൻ പറഞ്ഞാൽ ആ ഉടമസ്ഥന്റെ കീഴിലുള്ള അടിമയ്ക്ക് അനുസരിക്കാനേ പറ്റുള്ളൂ. അനുസരിക്കണം. പക്ഷെ അനുസരിക്കുന്നത് അതിനപ്പുറത്തുള്ള ഒരു ബന്ധം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ മക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ കാന്ത എന്ന നിലയിൽ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സന്തോഷിക്കുന്നു, ഇല്ലേ? എന്നാൽ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാതെ പിന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ചോദിക്കും, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിങ്ങൾ വിളിക്കുന്നത് കർത്താവേ എന്നാണ്, അല്ലേ? യജമാനനെ കർത്താവേ എന്ന് വിളിക്കുന്നു. എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്താണ്? നിങ്ങൾ എൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അവകാശം എനിക്ക് വിട്ടുതരുന്നില്ല. ഞാൻ പറയട്ടെ, എന്നെ നിയന്ത്രിക്കാൻ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവകാശം കർത്താവിന് വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് അർത്ഥമില്ല. അങ്ങനെ ഞാൻ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ, കർത്താവ് തന്നെ അവിടെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വേണം വായി പറയാനായിട്ട്. അപ്പൊ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി, കർത്തൃത്വം നടത്തുന്നവനായി അങ്ങനെ അത് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ എന്നെ നിയന്ത്രിക്കുന്ന കർത്താവ് എനിക്കൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാകുമ്പോൾ മാത്രമേ എനിക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ. കാര്യം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമേ വായി സംസാരിക്കാവൂ. അല്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു, അങ്ങനെയാണെങ്കിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നവരാ ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും. ആ വിളിക്കുന്നവരെല്ലാം എന്നാ സ്വർഗത്തിൽ പോകുമോ? പക്ഷേ ആ വിളിക്കുന്നവൻ കർത്താവിനെ അംഗീകരിച്ച് അവൻ്റെ പ്രവൃത്തി, അവൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വായ് കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. കർത്താവിനെ പറയാണ്, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ പറയുന്നത് എന്താണ്? ചെയ്യാതിരിക്കുന്നത് എന്നാണ്. അതായത് കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷെ പ്രായോഗികമായി യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വം പ്രായോഗികമാക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കണം. അനുസരിക്കുന്നവനാ സ്വർഗത്തിൽ പോകുന്നത്. അതായത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. നമ്മൾ വായിച്ചല്ലോ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ചെയ്യുന്നവൻ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കണം. അറിയണം. അറിയുന്നത് എന്തിനാ? ചെയ്യാനാ. അല്ലെ പിന്നെ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേദോസം വായിക്കുന്ന അത്യാവശ്യമാണ്, പക്ഷെ വേദോസം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന് മാത്രം കാര്യമില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാവരും അങ്ങ് പൊക്കോളും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇന്ന് വന്നുള്ള ഒരു പ്രശ്നം അതാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നവരുടെ നമ്പർ കുറഞ്ഞു വരിക. എല്ലാവർക്കും അങ്ങ് ഭയങ്കര ആവേശം, ഇപ്പോൾ പോകുമെന്നുള്ള ഒരർത്ഥത്തിലാണ്. പണ്ട് ഒരു ഉപദേശി പ്രസംഗിക്കാൻ കയറി നിന്നപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. അദ്ദേഹം അപ്പോൾ എല്ലാവരും ഭയങ്കര ആത്മാവിലാണ്, ഭയങ്കര അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമെന്ന് ബോധ്യമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാലും ഈ കേൾക്കുന്നവരുൾപ്പെടെ ഇപ്പം തന്നെ ഹല്ലേലൂയ പറയും. അപ്പം എല്ലാവരും കൂടെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഉപദേശി പറഞ്ഞു, അങ്ങനെയെങ്കിൽ സിയോനെ നിന്റെ കാഹളം ഒന്ന് ഊതുക, ഇവിടെ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, നിന്റെ കാഹളം ഒന്ന് ഊതുക. അപ്പോൾ ആകാശത്തുനിന്ന് കാഹളധ്വനി മുഴങ്ങാൻ തുടങ്ങി. അപ്പോഴേ എല്ലാവരും തലതല്ലി കരയാൻ തുടങ്ങി, അയ്യോ ഞാൻ എടുക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഉപദേശി ഒന്ന് പരീക്ഷിച്ചത് എന്നാണെന്നറിയാമോ? അദ്ദേഹം ഒരു സഹോദരനെ ഒരു കാഹളവുമായിട്ട് മാവിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ കാഹളം ഊതണമെന്ന് പറഞ്ഞ് അങ്ങനെ ഊതിയതാ. പക്ഷെ ആരും പറഞ്ഞില്ല അത് കാഹളമല്ല, കാഹളം ഊതിയാൽ ഞാൻ പോകുമെന്നൊന്നും ആരും ഉറപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുന്നത് ആരാണ്? വെറുതെ കൈവെക്കുന്നവരോ ഒന്നും അല്ല. ആരാണ്? അത് ചെയ്യുന്നവൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നുള്ളതാണ്. എല്ലാവരും അങ്ങ് പൊയ്ക്കൊള്ളും എന്നുള്ള ചിന്ത അതിപ്പോൾ വന്ന് കൂടി വന്നിരിക്കുകയാണ്. ആർക്കും ഇപ്പോൾ സംശയം പോലുമില്ല സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ. പിന്നെ അതൊന്നും ആരും തിരക്കുന്നുമില്ല, അങ്ങോട്ട് പോകണമെന്ന് പോലും നിർബന്ധമൊന്നും ഇല്ല. എല്ലാവരും ഒരു സാമട്ടിൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അങ്ങനെ ഒരു ജീവിതമാണ്. എന്നാൽ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച വാക്യം എന്താണ്? ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവീൻ. എല്ലാവരും അങ്ങ് പോകത്തില്ല. ബുദ്ധിഹീനരാകരുത്. വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന സോക്കോൾഡ് ആരാധകർ അവർ മാത്രമല്ല. ഇനി ഇപ്പം പറയും ജനങ്ങളെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത്. ജനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഞാൻ ഈ ശുശ്രൂഷകരെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ശുശ്രൂഷകരും അങ്ങ് പോകണമെങ്കിൽ ശുശ്രൂഷ കൊണ്ട് പോകത്തില്ല. ചിലപ്പോൾ ചിന്തയുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നവനല്ലേ, ഞാൻ പോകാതിരിക്കുമോ? ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പ്രവചനപരമില്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, അന്ന് പലരും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ, എന്നിട്ടും എന്താ നീ വാതിൽ തുറക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. തീർത്ത് എന്നുള്ള വാക്കുകൂടെ അവിടെ ചേർക്കേണ്ടതാ. തീർത്തു പറയും. എന്നെന്ന് ചോദിച്ചാൽ പ്രവചിക്കുന്നവൻ പോലുമല്ല, ചിലപ്പം പ്രവചിക്കുന്നവൻ പോലും ഭൂതങ്ങളെ പുറത്താക്കുന്നവനും, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതം പുറത്തായതല്ലേ, എന്നിട്ടും ഞാൻ പോകത്തില്ലെന്ന് എന്തോ ഈ പറയുന്നേ ഇല്ലേ? ഭൂതം പുറത്തായതൊന്നും നിന്റെ കഴിവുകൊണ്ടൊന്നാകണോ നിർബന്ധമൊന്നുമില്ല. ഞാനവിടെ ഈ ആഫ്രിക്കയിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മലേറിയ. പനി വന്നാലും ഒരു മലേറിയ എന്നാണ് പറയുന്നത്. പക്ഷേ മലേറിയ അവിടുത്തെ ഒരു കോമൺ ഡിസീസാണ്. മലേറിയയ്ക്ക് ഒരു മരുന്നുമുണ്ട്. അപ്പം മലേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മലേറിയ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്ത് മലേറിയ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുക പോലും വേണ്ട. ഈ രോഗലക്ഷണം പറയുമ്പോഴേ അവർക്കറിയാം ഇത് മലേറിയ ആണെന്ന്. മലേറിയക്കുള്ള മരുന്നുണ്ട്, ഈ മരുന്നെടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കും. അത് കഴിച്ചാൽ മലേറിയ പോവുകയും ചെയ്യും. നമ്മുടെ ഇവിടെ മലേറിയ കോമൺ അല്ലാത്തത് കൊണ്ട് ആ മരുന്ന് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതവിടുത്തെ ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ആഫ്രിക്കയിലും മൊസാംബിക്കിലും ഒക്കെ ഒത്തിരി. നമ്മുടെ ഒരു മിഷണറി ബ്രസീലിയന ഒരു സ്ത്രീ, അവർ 35 വർഷം 35 ഇപ്പം 40 വർഷത്തിൽ കൂടുതലായി, 45 വർഷമായിട്ട് അവിടെ മിഷണറിയാണ്. 40 വർഷത്തിനിടയ്ക്ക് അവർക്ക്, ഞാൻ അവരെ കാണുമ്പം അവർ 25 വർഷമായിട്ടോ 27 വർഷമായിട്ടോ മറ്റോ അവിടെ മിഷണറിയാണ്. ആ 27 വർഷത്തിനിടയ്ക്ക് 33 പ്രാവശ്യം മറ്റോ അവർക്ക് മലേറിയ വന്നിട്ടുണ്ട്. അങ്ങനെ മലേറിയ ഭയങ്കര കോമണാണ്. അതിന് മരുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ മലേറിയയുടെ ലക്ഷണം പറഞ്ഞാൽ ഉടനെ തന്നെ മരുന്ന് കുറിച്ച് തരും. അപ്പോൾ നമ്മൾ ചെന്ന് പറയുന്നു, അത് എനിക്ക് ഭയങ്കര ചുമ, പനി, വിറയൽ, വിശപ്പില്ല, ഛർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും മലേറിയ, ഈ മരുന്ന് കഴിച്ചു. ഇതെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു തൂപ്പുകാരനുണ്ട്. തൂപ്പുകാരൻ ഒരു ദിവസം ഡോക്ടർ വന്നില്ല, ഡോക്ടറുടെ കുപ്പായമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഡോക്ടർ കളിച്ച് ഉടനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, യെസ്, പനി, ചുമ, ഛർദില്, ദേഹത്തിന് വിറയൽ, അത് മലേറിയയാ, എന്നാ ഈ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് അയാൾ മരുന്നെടുത്ത് കൊടുത്തു. കാര്യം അയാൾ എപ്പോഴും കാണുന്നതാണല്ലോ ഡോക്ടർ മരുന്നെടുത്ത് കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ മലേറിയ പോകുമോ? പോകും. കാര്യം ഡോക്ടർ വ്യാജനാണെങ്കിലും മരുന്ന് ഒറിജിനലാ.